കഴിഞ്ഞ ജൂലൈ 10-നാണ് നമ്മുടെ പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ ഹോസ്റ്റൽ തുടങ്ങാനായി ഇവർ വാടകക്കാരായി എത്തുന്നത്. 5 ലക്ഷം രൂപ അവർ നൽകുകയും ചെയ്തു. പിന്നീട് ഇതിൻ്റെ ഉടമ ഇവരെ വഞ്ചിച്ചു എന്നുള്ളതാണ് പരാതി. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കും. നിങ്ങൾ ഇവിടെ കൊണ്ട് പണം കൊടുത്തിട്ട് ഇപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞു പോവുകയാണ്. എന്താണ് ഇപ്പോൾ ഇവിടുന്ന് പറയുന്നത്? ഞങ്ങൾ വന്ന സമയത്ത് എത്രയും പെട്ടെന്ന് 20 പേരെ വർക്കേഴ്സിനെ വെച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അപ്പം പോകെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഇയാൾ ലിഫ്റ്റ് കട്ട് ചെയ്തു. അപ്പം ഉമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്, ഉമ്മക്ക് അത് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്, ആസ്മയുണ്ട്. ലിഫ്റ്റ് കട്ട് ചെയ്തു. പിന്നെ ഫുള്ള് സിമെൻ്റൊക്കെ ആയി. ഇയാൾ പണിയും ചെയ്തു തരുന്നില്ല. ബാത്റൂം ഒന്നും പോലും നേരെ ഫിക്സ് ചെയ്തിട്ടില്ല, ഫ്ലഷില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു തന്നോളൂ, ഞങ്ങൾ പോവാം. അപ്പോൾ അതുമില്ല. കറണ്ടും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കളയും. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ചെന്ന് പറയുമ്പോൾ അവർ വന്ന് നന്നാക്കും, പിറകെ അവർ വീണ്ടും വന്ന് കട്ട് ചെയ്യും. ഇപ്പോഴറിയുന്ന 8 മാസമായിട്ട് ഇവരെ പണി നടത്തിയ ഫുള്ള് കറണ്ട് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് കഴിഞ്ഞ ഈ 1-ാം തീയതി KCB ബാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എമൗണ്ട് ഞങ്ങൾക്ക് അടയ്ക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലും അല്ല. ഇവരെ ഫുൾ കൺസ്ട്രക്ഷൻ്റെ എമൗണ്ട് എല്ലാം കൂടി അതിനകത്തുണ്ട്. അഡ്വാൻസ് അയാൾ തിരിച്ചു തരുന്നില്ല. അയാളെ സ്റ്റാഫ് ഉണ്ടായിരുന്നു തിരുവോണത്തിൻ്റെ തലേ ദിവസം വരെ, ഉത്രാടം വരെ അവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ തരും എന്നൊക്കെ പറയണ അല്ലാണ്ട് അവരും ആരും ഒന്നും ചെയ്തിട്ടില്ല. അവർ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ബാക്കി അയാളെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ കഴിയാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? ഒരു സൗകര്യവും ഇല്ല മക്കളെ. സിമെൻറ്റ് പൊടി കൊണ്ട് അത്രയും ദിവസവും 4 പ്രാവശ്യം വരെ രാത്രി ഇന്ത്യൻ ഹോസ്പിറ്റലിൽ പോയി ശ്വാസം തടസ്സത്തിന് പോയി വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു കഷ്ടപ്പാടിൻ്റെ അങ്ങേറ്റത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എങ്കിലും ഞങ്ങൾ സഹിച്ച് നിൽക്കുകയാണ്. ഇവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് സഹായിക്കാനെന്ന് കരുതി. പക്ഷേ ഇതിൽ വേറെ ആരും നന്നോളം കളിക്കണുണ്ട്. പോലീസിന് പരാതി കൊടുത്ത് പോലീസ് വളരെ ജാഗ്രതയോടുകൂടി അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അയാൾ ഒളിവിലാണ്. ഇത്തരക്കാരെ കൈകാര്യം ചെയ്യുന്നത് പോലീസിനെ മാത്രം പോരാ, നമ്മളെല്ലാവരും കൂടെ രംഗത്തിറങ്ങി ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകുന്നവരെ വരച്ചവരെ നിർത്തുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാം ജനങ്ങളുടെ ഉള്ള സ്വാധീനം കൂടെ അതിന് പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും 2 മന്ത്രിമാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്.